ഒരു പെർമനന്റ് വേയിൽ റെയിലുകൾ എന്താണ് ചെയ്യുന്നത്? റെയിലുകൾ ഒരു സ്റ്റീൽ ഗർഡർ ആയിട്ട് ആക്ട് ചെയ്യും. സ്റ്റീൽ ഗർഡർ അഥവാ ഒരു ബീമായിട്ട്, സ്റ്റീലിന്റെ ഒരു ബീമായിട്ട് ആക്ട് ചെയ്യും. എന്താണ് ഈ ബീം ചെയ്യുന്നത്? നമുക്ക് ഈ റെയിലിന്റെ പുറത്തോട്ട് പോകുന്ന ട്രെയിനുകൾ അഥവാ വെഹിക്കിൾ, അതിന്റെ ലോഡിനെ ബല്ലാസ്റ്റ് വഴി താഴെ മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആദ്യത്തെ പ്രോസസ് ചെയ്യുന്ന റെയിലുകളാണ് ഡയറക്റ്റ് ആയിട്ട് വാഹനത്തിന് ലോഡ് എടുക്കുന്നത്. അത് നേരെ സ്ലീപ്പറിലേക്ക് കൊടുക്കും. അങ്ങനെ ഇതൊരു സ്റ്റീൽ ഗർഡർ ആയിട്ട് ആക്ട് ചെയ്യും. സ്റ്റീൽ ഗർഡറുകളായിട്ട് ആക്ട് ചെയ്യും. ഇതിന് മറ്റൊരു ആവശ്യം കൂടെ ഉണ്ട്. അതായത് ഈ റെയിലുകളുടെ പുറത്തുകൂടെയല്ലേ വാഹനം സഞ്ചരിക്കുന്നത്, റെയിലുകളുടെ പുറത്തുകൂടെയാണ് നമ്മുടെ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടുന്ന സർഫസ് അത് ലെവൽഡും സ്മൂത്തുമായിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത് റെയിലുകൾ. കണ്ടിന്യൂസ് ലെവൽഡ് ആൻഡ് സ്മൂത്ത് സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത് റെയിലുകൾ. ഇതിന് മറ്റൊരു ആവശ്യമുണ്ട്. അതൊക്കെയാണ് വെർട്ടിക്കലും ലാറ്ററലുമായിട്ടുള്ള ലോഡുകളെ താങ്ങാനുള്ള ശേഷി ഉണ്ടാകും. വെർട്ടിക്കലും ലാറ്ററലുമായിട്ടുള്ള ലോഡുകൾ താങ്ങാനുള്ള ശേഷി എന്തിനുണ്ടാവും? റെയിലുകൾക്കുണ്ടാവണം. ഒപ്പം തന്നെ തെർമൽ സ്ട്രെസ്സുകൾ, ഇതെന്താണ് വെയിലത്തൊക്കെ കിടക്കുന്നത്, തെർമൽ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും നമ്മുടെ റെയിലുകൾക്കുണ്ടാവണം. വെർട്ടിക്കൽ ലാറ്ററൽ ലോഡുകൾ താങ്ങാനുള്ള ശേഷി ഉണ്ടാകും. തെർമൽ സ്ട്രെസ്സുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ടാകും. ഇത് എങ്ങനെ ഉണ്ടാകുന്നത്? ഒന്നുകിൽ ഓപ്പൺ ഹെർത്ത് പ്രോസസ് അല്ലെങ്കിൽ ഡുപ്ലെക്സ് പ്രോസസ് വഴിയോ ഓപ്പൺ ഹെർത്ത് പ്രോസസ് വഴിയോ ആണ് റെയിലുകൾ ഉണ്ടാക്കുന്നത്. റെയിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്താണ്? അത് ഹൈ കാർബൺ സ്റ്റീലോ അല്ലെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീലോ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ എവിടെയാണ്? ഓർഡിനറി റെയിലുകളിൽ, സാധാരണ റെയിലുകളിൽ ഹൈ കാർബൺ സ്റ്റീലുകൾ യൂസ് ചെയ്യും. പക്ഷേ നമ്മുടെ ടേൺ ഓട്സുകൾ അല്ലെങ്കിൽ ജംഗ്ഷനുകൾ, പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്, അത് ഇനി പറയും. എന്തായാലും പോയിന്റ്സ് ആൻഡ് ക്രോസിങ്ങുകളിൽ